വേണ്ട ഉപദേശങ്ങളെല്ലാം യുധിഷ്ഠിരന് നൽകിയ ശേഷം കുറച്ചുനേരം നിശബ്ദനായി ഭീഷ്മൻ കിടന്നു. അപ്പോൾ എല്ലാവരും പരിഭ്രമിച്ച് ആകാംക്ഷയോടെ നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം ഭീഷ്മനോട് വ്യാസൻ പറഞ്ഞു, രാജാവേ, കുരു രാജാവായ യുധിഷ്ഠിരൻ സ്വസ്ഥനായിരിക്കുന്നു. സഹോദരന്മാരോടും ധീരനായ കൃഷ്ണനോടും കൂടിയ യുധിഷ്ഠിരൻ അല്ലയോ രാജസിംഹ എന്നെ സേവിക്കുന്നു. ഇവനെ പുരത്തിലേക്ക് പോകുവാൻ ഭവാൻ അനുവദിച്ചാലും. ഭീഷ്മൻ ഉടനെ കണ്ണു തുറന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, രാജധാനിയിലേക്ക് പോവുക. മനസ്സോ ഒന്നുകൊണ്ടും വേദനിക്കരുത്. വളരെ അന്നം ദാനം ചെയ്യുക. ധാരാളം യജ്ഞങ്ങൾ ദക്ഷിണയോടുകൂടി നടത്തുക. അങ്ങയ്ക്ക് ശ്രേയസ് ഉണ്ടാവും. മനസ്സിന് യാതൊരു അല്ലലും വേണ്ട. അല്ലയോ പാർത്ഥ, വേണ്ട സമയത്ത് എന്റെ അരികിൽ വരിക. ആദിത്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഭവാൻ എന്റെ സമീപത്ത് എത്തുക. അങ്ങനെയാകാമെന്ന് പറഞ്ഞ് പിതാമഹനെ വണങ്ങി യുധിഷ്ഠിരൻ അനുജന്മാരോടും കൃഷ്ണനോടും ധൃതരാഷ്ട്രൻ, ഗാന്ധാരി മുതലായവരോടും കൂടി ഹസ്തിനപുരത്തേക്ക് പോയി. യുധിഷ്ഠിരൻ രാജ്യഭാരം കയ്യേറ്റ് 50 ദിവസം കഴിഞ്ഞപ്പോൾ പിതാമഹന്റെ കാലം അടുത്തതായി മനസ്സിലാക്കി. ആദിത്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ പുരോഹിതന്മാരോടുകൂടി സംസ്കാരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും സംഭരിച്ച് കുരുക്ഷേത്രത്തിലേക്ക് പോകുവാൻ യുധിഷ്ഠിരൻ തീരുമാനിച്ചു. അവൻ ധൃതരാഷ്ട്രൻ, ഗാന്ധാരി, കുന്തി, കൃഷ്ണൻ, വിതുരൻ, വീഴ്സു, സാത്വികി എന്നിവരുമായി ഭീഷ്മന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. യുധിഷ്ഠിരൻ ശരശയ്യയിൽ കിടക്കുന്ന പിതാമഹന്റെ അരികിൽ ചെന്ന് ഭക്തിപൂർവ്വം നമസ്കരിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു, രാജാവേ, ഞാൻ യുധിഷ്ഠിരനാണ്. അങ്ങേക്ക് നമസ്കാരം. ഞാൻ സമയത്തിന് ഇതാ എത്തിയിരിക്കുന്നു. ആചാര്യന്മാരും വിപ്രന്മാരും ഋത്വാവുകളും എന്റെ സഹോദരന്മാരും അങ്ങയുടെ പുത്രനായ ധൃതരാഷ്ട്രനും അമാത്യന്മാരോടുകൂടി വസുദേവനും ഇതാ ഭവാന്റെ സമീപത്തെത്തിയിരിക്കുന്നു. അങ്ങയെ കാണാനെത്തിയിരിക്കുന്ന അവരെ ഒന്ന് നോക്കൂ. കണ്ണുകൾ ഒന്ന് മിഴിക്കൂ. ധർമ്മപുത്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭീഷ്മൻ കണ്ണു തുറന്നു ചുറ്റുപാടും നോക്കി. പിന്നീട് കൈപൊക്കി ഘനഗാംഭീരമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഭാഗ്യം യുധിഷ്ഠിര, ഭവാൻ അമാത്യന്മാരോടുകൂടി എന്റെ മുന്നിലെത്തി. ഉത്തരായനം തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഈ ഓർത്ത ശരശയ്യയിൽ കിടപ്പായിട്ട് 58 രാത്രി കഴിഞ്ഞു. ഒരു നൂറ്റാണ്ടിനൊപ്പം അത്ര ദീർഘമായി ആ ദിവസങ്ങൾ എനിക്ക് തോന്നി. ധൃതരാഷ്ട്രനെ സമീപത്ത് വിളിച്ച് ഭീഷ്മൻ പറഞ്ഞു, രാജാവേ, ഭവാൻ 4 വേദങ്ങളും അറിഞ്ഞവനാണ്, അല്ലയോ? കൗരവ, നീ വ്യസനിക്കരുത്. വരാനുള്ളതൊക്കെ വന്നു. വ്യാസൻ പറഞ്ഞത് നീ വേദരഹസ്യം കേട്ടിട്ടുണ്ടല്ലോ. പാണ്ഡുവിന്റെ മക്കൾ യഥാർത്ഥത്തിൽ നിന്റെ മക്കൾ തന്നെയാണ്. ധർമ്മത്തെ മുറിച്ച് അവരെ രക്ഷിക്കുക. ധർമ്മരാജാവ് ശുദ്ധമായ ബുദ്ധിയോടെ നിന്റെ കൽപ്പന നിർവഹിക്കുന്നതാണ്. നിന്റെ മക്കൾ ദുരാത്മാക്കളല്ലായിരുന്നു? ആയിരുന്നു. ദുരാത്മാക്കളായിരുന്നു. ഈർഷ്യ ബാധിച്ച ദുർവൃത്തരായ അവരെ പറ്റി ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? കൃഷ്ണന് നേരെ തിരിഞ്ഞ ഭീഷ്മൻ പറഞ്ഞു, ഭഗവാനെ, ദേവദേവേശ്വര, അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ ഭക്തരും അങ്ങയിൽ ഹൃദയം ചേർന്നവരുമായ സകലരെയും പുണ്ടരീകാക്ഷ നീ രക്ഷിക്കണേ. ഭവാൻ ആലംബമായിട്ടുള്ള പാണ്ഡുപുത്രന്മാരെ ഭവാൻ കാത്താലും. ദുർബുദ്ധിയും മന്ദനുമായ ദുര്യോധനനോട് അന്ന് ഞാൻ പറഞ്ഞു, കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട്. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ട്. വാസുദേവൻ വഴിയായി ഉണ്ണി, നീ പാണ്ഡുപുത്രന്മാരുമായി യോജിക്കുക. എന്റെ വാക്ക് മൂഢനും മന്ദനുമായ അവൻ അനുസരിച്ചില്ല. എന്തുണ്ടായി? ഭൂമിയൊക്കെ മുടിച്ച് അവനും അവസാനിച്ചു. കൃഷ്ണ, ഭഗവാനെ ഞാൻ അറിയുന്നുണ്ട്. അങ്ങ് പുരാണനായ മുനിമുഖ്യനാണ്. നരനോടുകൂടി ഭഗവാൻ വളരെ കാലം വസിച്ചു. അങ്ങ് എനിക്ക് അനുജ്ഞ നൽകുക. ഞാൻ എന്റെ ദേഹം ഉപേക്ഷിക്കട്ടെ. കൃഷ്ണൻ, ഭീഷ്മ, ഞാൻ സമ്മതിക്കുന്നു. ഭഗവാനെ പോകുവാൻ അനുവദിക്കുന്നു. നീ വസുപ്പിൽ ചെല്ലുക.
ഈ ലോകത്തിൽ നിനക്ക് യാതൊരു പാപവും പറ്റിയിട്ടില്ല. ഭഗവാൻ മാർക്കണ്ഡേയന് തുല്യനാണ്. പ്രാണൻ ത്യജിക്കുകയാണെന്ന് എല്ലാവരോടുമായി പറഞ്ഞ് ഭീഷ്മൻ യുധിഷ്ഠിരനെ ഗാഢമായി പുണർന്നു. അതിനുശേഷം നിശബ്ദനായി നിവർന്നു കിടന്നു. അല്പ നേരത്തിന് ശേഷം ഭീഷ്മന്റെ മൂർത്താവിൽ നിന്ന് ഒരു തേജസ് ഉയർന്നു ആകാശത്തിലേക്ക് പൊങ്ങി. മഹാനായ ഒരു പിതാമഹന്റെ ഐതിഹ്യ ജീവിതം. അങ്ങനെ ഈ ഐഹിക ജീവിതം അവസാനിച്ചു. പാണ്ഡവന്മാരും വിതുരനും വീഴ്സവും കൂടി ചിതയുണ്ടാക്കി ഭീഷ്മനെ വിധിപ്രകാരം സംസ്കരിച്ചു. പല യജ്ഞങ്ങളും അഗ്നിയിൽ ചെയ്തു. മഗധന്മാർ സാമഗാനങ്ങൾ ആലപിച്ചു. പിന്നീട് വ്യാസൻ, നാരദൻ എന്നിവരോടുകൂടി ഗംഗാനദിയിൽ ഭീഷ്മന് ഉദകക്രിയ ചെയ്തു. ഉദകക്രിയ കഴിഞ്ഞ് ഗംഗാനദിയിൽ നിന്നും കരയിലേക്ക് എത്തിയതോടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് യുധിഷ്ഠിരൻ ബോധം കെട്ടു വീണു. ഭീമൻ ജ്യേഷ്ഠനെ നിലത്ത് വീഴാതെ ബലമായി താങ്ങിപ്പിടിച്ചു. ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്ന് അവനെ സമാധാനിപ്പിച്ചു. അല്ലയോ കൗന്ദേയ, എഴുന്നേൽക്കൂ. രാജാവേ, നീ ക്ഷത്രധർമ്മം സ്വീകരിച്ച് ഈ ദരിദ്രിയെ ജയിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളോടും ഭ്രാതാക്കളോടും ചേർന്ന് നീ ഭൂമി അനുഭവിച്ചു കൊള്ളുക. നിനക്ക് ദുഃഖിക്കേണ്ടതായി ഞാൻ ഒന്നും കാണുന്നില്ല. നീ ഞങ്ങളുടെ കഥ ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾക്ക് 100 മക്കളും നഷ്ടപ്പെട്ടു. സ്വപ്നത്തിൽ കയ്യിൽ കിട്ടിയ നിധി പോലെ എല്ലാം നഷ്ടപ്പെട്ടു. രാജാവേ, ഈ ഞങ്ങളുടെ സ്ഥിതി ഓർത്താൽ നിനക്ക് എന്തെന്ന് ദുഃഖിക്കുവാൻ? അന്ന് വിതുരൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നെന്നും ധൃതരാഷ്ട്രൻ പറഞ്ഞു. അപ്രകാരം കൃഷ്ണനും വ്യാസനും യുധിഷ്ഠിരനെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. വല്ല പാവവും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അശ്വമേധം കഴിച്ചാൽ അവയ്ക്കെല്ലാം പരിഹാരമാകുമെന്ന് വ്യാസൻ വീണ്ടും യുധിഷ്ഠിരനെ ഉപദേശിച്ചു. പക്ഷേ ഒരു മഹായുദ്ധം കഴിഞ്ഞ് തകർന്നിരിക്കുന്ന സമയത്ത് അത്രയും വലിയൊരു യജ്ഞം നടത്താനുള്ള ധനം എവിടെ നിന്ന് ലഭിക്കും എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു. കുറച്ചു നേരം ധ്യാനിച്ച ശേഷം വ്യാസൻ പറഞ്ഞു, ഉടഞ്ഞുപോയ ഭണ്ഡാരം പൂർണ്ണമാകും. ധാരാളം ദ്രവ്യം ഹിമാലയത്തിൽ കിടപ്പുണ്ട്. മഹാത്മാവായ മരുത്തന്റെ യജ്ഞത്തിൽ ബ്രാഹ്മണർ ഉപേക്ഷിച്ചതാണ് ആ സ്വർണം. അത് വരുത്തിയാൽ കൗന്ദേയ, ഭഗവാന്റെ ആവശ്യം പൂർണ്ണമായും നിർവഹിക്കുവാൻ കഴിയും. അത് കേട്ടപ്പോൾ മരുത്തന്റെ യജ്ഞത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇച്ഛ യുധിഷ്ഠിരൻ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വ്യാസൻ മരുത്തന്റെ കഥ വർണ്ണിച്ചു കൊടുത്തു.